എല്ലാവർക്കും നമസ്കാരം. സൗന്ദര്യലഹരി പഠനം 85-ാം ദിവസം. ഓം ശ്രീ മഹാദേവിയേ നമ. ഓം ശ്രീ മഹാത്രിപുരസുന്ദരിയേ നമ. ഓം ആദിപരാശക്തിയേ നമ. സൗന്ദര്യലഹരി ശ്ലോകം 85. നമോ വാഗം ബ്രൂമോ നയനരമണീയായ പദയോസ്തവാസ്മൈ ദ്വന്ദ്വായ സ്ഫുടരുചിര സാലക്തവതേ അസൂയത്യന്തം യദഭിഹനനായ സ്പൃഹയതേ പശൂനാമീശാന പ്രമദവന കങ്കേളിതരവേ. എന്നുകൂടെ പറയാം. നമോ വാഗം ബ്രൂമോ നയന രമണീയായ പദയോസ്തവാസ്മൈ ദ്വന്ദ്വായ സ്ഫുട രുചിര സാലക്തവതേ അസൂയത്യ അത്യന്തം യദഭിഹനനായ സ്പൃഹയതേ പശൂനാം ഈശാന പ്രമദവന കങ്കേളി തരവേ. അല്ലയോ മഹാത്രിപുരസുന്ദരി, കണ്ണുകൾക്ക് അതിമനോഹരങ്ങളും ശോഭായമാനവുമായ ചെമ്പഞ്ഞിച്ചാറോടു കൂടിയവയും ആയ നിന്തിരുവടിയുടെ ഈ 2 പാദങ്ങൾക്കായി ഞങ്ങൾ നമസ്കരിക്കുന്നു. അല്ലയോ മഹാത്രിപുരസുന്ദരി, അങ്ങയുടെ പാദങ്ങളെ ഞങ്ങൾ നമസ്കരിക്കുന്നു. എങ്ങനെയുള്ള പാദങ്ങളാണ്? കണ്ണുകൾക്ക് അതിമനോഹരങ്ങളാണ്, അതുപോലെ തന്നെ അതിശോഭനമാണ്. അതിശോഭായമാനമായ ചെമ്പഞ്ഞിച്ചാറോട് കൂടിയതും, ചെമ്പഞ്ഞിച്ചാറ് പുരട്ടിയ ദേവിയുടെ അതിമനോഹരങ്ങളായ കാലുകൾ, ആ നിന്തിരുവടിയുടെ അങ്ങനെയുള്ള ആ ദേവിയുടെ ഈ 2 പാദങ്ങൾക്കായി ഞങ്ങൾ നമസ്കരിക്കുന്നു. ഈ പാദങ്ങൾ കൊണ്ട് ഉള്ള ചവിട്ടേൽക്കുന്നതിനായി ആഗ്രഹിക്കുന്ന പൂങ്കാവനത്തിലുള്ള പ്രമദവദനത്തിലുള്ള അശോക വൃക്ഷത്തെക്കുറിച്ച് സാക്ഷാൽ പരമേശ്വരൻ പോലും അസൂയപ്പെടുന്നു. അപ്പോൾ ദേവിയുടെ പാദസ്പർശം അത്രയും മഹത്വമുള്ളതാണ്. ആ പാദങ്ങളെയാണ് ഞങ്ങൾ നമസ്കരിക്കുന്നത്. അതിമനോഹരങ്ങളും ശോഭായമാനവുമായ അതിമനോഹരങ്ങളും ശോഭയുള്ളതും ചെമ്പഞ്ഞിച്ചാറോ പുരട്ടിയതുമായ നിന്തിരുവടിയുടെ ദേവിയുടെ ഈ 2 പാദങ്ങളെയും ഞങ്ങൾ നമസ്കരിക്കുന്നു. അപ്പോൾ ദേവിയുടെ പാദങ്ങൾ കൊണ്ട് ചവിട്ടേൽക്കുന്നതിനായി ആഗ്രഹിക്കുന്നത് ആരാണ്? പ്രമദവനത്തിലുള്ള അശോക വൃക്ഷമാണ്. ആ അശോക വൃക്ഷത്തെക്കുറിച്ച് ശ്രീ പരമേശ്വരനും അസൂയപ്പെടുകയാണ്. കാരണം അത് തനിക്ക് മാത്രമുള്ളതാണ് എന്നുള്ള ആ ഒരു പാദസ്പർശം ആരും ആഗ്രഹിക്കുന്നു? സാക്ഷാൽ പരമശിവനും ആഗ്രഹിക്കുന്നു. അപ്പോൾ പ്രണയകലഹത്തിൽ തനിക്ക് അനുഗ്രഹമായ നിന്തിരുവടിയുടെ പാദസ്പർശത്തെ തനിക്ക് പുഷ്പിക്കുന്നതിനായി ആഗ്രഹിക്കുന്ന അശോകത്തോട് ഇതിനെ താൻ മാത്രം അനുഭവിക്കേണ്ടതായിരിക്കെ ഈ അചേതനമായ വൃക്ഷം ആഗ്രഹിക്കുന്നല്ലോ എന്ന് പരമേശ്വരൻ കോപിക്കുന്നു. എന്ന് പറഞ്ഞാൽ അശോകവൃക്ഷം ദേവിയുടെ പാദസ്പർശമേൽക്കുമ്പോഴേ ചവിട്ടേൽക്കുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? പ്രമദവനത്തിലെ അശോകവനം പൂക്കുകയുള്ളൂ. അപ്പോൾ അത്രയും അത്രയും മഹത്വമുള്ള അത്രയും മനോഹരമായ ആ ഒരു പാദസ്പർശം പരമേശ്വരനും ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അശോകവൃക്ഷത്തോട് ഇത്ര അസൂയ. അപ്പം സുന്ദരീരത്നങ്ങൾ തങ്ങളുടെ പാദങ്ങളാൽ ചവിട്ടിയാൽ മാത്രമേ അശോകം പുഷ്പിക്കുകയുള്ളൂ എന്നാണ് ദോഹതശാസ്ത്രം പറയുന്നത്. അപ്പം എന്ന് വെച്ചാൽ എന്താ? ഇവിടെ സുന്ദരിമാരെന്ന ദേവിയുടെ ഈ ത്രിപുരസുന്ദരിയുടെ പാദസ്പർശമേറ്റെങ്കിൽ മാത്രമേ അശോക വൃക്ഷം പുഷ്പിക്കുകയുള്ളൂ. അപ്പം എന്താ പറയുന്നത്? ദേവിയുടെ പാദാംബുജം മഹാമഹിമയുള്ളതാകയാൽ അങ്ങേറ്റം മഹത്വമുള്ളതാണ് ദേവിയുടെ ആ പാദങ്ങൾ. അപ്പം ദേവിയുടെ 2 പാദങ്ങളെയും ഞങ്ങൾ നമസ്കരിക്കുന്നു. അപ്പോൾ ദേവിയുടെ മുമ്പിൽ നമ്മൾ തല കുമ്പിടുമ്പോൾ നമുക്ക് അനുഗ്രഹം കിട്ടുന്നു. അപ്പോൾ ദേവിയുടെ പാദങ്ങൾ കൊണ്ട് ഉള്ള ചവിട്ടേൽക്കുക അല്ലെങ്കിൽ ദേവിയുടെ പാദസ്പർശം കിട്ടുക എന്ന് പറയുന്നതാണ് ഏറ്റവും മഹത്തരമാണ്. അങ്ങനെയുള്ള മഹത്വപൂർണമായ അതിമനോഹരമായ ശോഭയുള്ള ആ പാദങ്ങളെ ഞങ്ങൾ നമസ്കരിക്കുന്നു. ആ പാദങ്ങൾ എങ്ങനെയുള്ളതാണ്? അശോകവനം ദേവിയുടെ പാദങ്ങൾ സ്പർശമേറ്റാൽ മാത്രമേ അശോകവൃക്ഷം പൂക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഭഗവാൻ പരമേശ്വരൻ പോലും ആ പാദസ്പർശത്തെ ഇഷ്ടപ്പെടുന്നു, ആഗ്രഹിക്കുന്നു. അപ്പം അങ്ങനെ പരമശിവൻ പോലും അശോകവൃക്ഷത്തോട് അസൂയപ്പെടുകയാണ്. കാരണം ദേവിയുടെ പാദസ്പർശമേറ്റ് അത് പുഷ്പിക്കുന്നുണ്ട്.
അപ്പോൾ അത്രയും മഹത്വമുള്ള ദേവിയുടെ പാദങ്ങളെ നമുക്കും നമസ്കരിക്കാം, എല്ലാവരും നമസ്കരിക്കണം. നമോവാകം ബ്രൂമോ നയനരമണീയായ പദയോസ്തവാസ്മൈ ദ്വന്ദ്വായ സ്ഫുടരുചിരസാലക്തകവതേ അസൂയത്യന്തം യദഭിഖനനായ സ്പൃഹയതേ പശൂനാമീശാന പ്രമദവന കങ്കേളിതരവേ. എല്ലാവർക്കും മഹാദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.